ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. മരണശേഷം ഒരാൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് തീരുമാനിക്കുന്നത് അവന്റെ കർമ്മങ്ങളാണ്. ചാണക്യനീതിയിൽ ചില പ്രവൃത്തികൾ പരാമർശിക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഒരു വ്യക്തിക്ക് മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ ലഭിക്കുകയും ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഭാവി ജന്മത്തിൽ വരികയും ചെയ്യുന്നു. അതിനാൽ ഒരു മനുഷ്യൻ എപ്പോഴും തന്റെ കർമ്മങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം. ഈ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തി നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ദുഷ്ടൻ മരണശേഷം നരകത്തിലേക്ക് പോകുന്നു. ബന്ധുക്കളെ വെറുക്കുകയും പ്രായമായവരെ അപമാനിക്കുകയും ചെയ്യുന്നവരെ ദുഷ്ടന്മാരായി ചാണക്യൻ കണക്കാക്കുന്നു. കർമ്മം കൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ നരകത്തിൽ ഇടം നേടുന്നു. ദുഷ്ടരും മോശം സ്വഭാവക്കാരും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരുമായ ആളുകൾ നരകത്തിൽ പോകുമെന്ന് ചാണക്യൻ പറയുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല. അയാൾക്ക് ഏതെങ്കിലും രൂപത്തിൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമെന്നും ആചാര്യ ചാണക്യൻ പറയുന്നു. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ സ്ത്രീകളെ അനാദരിക്കുന്നവനും പെൺകുട്ടിയോട് മോശമായ പ്രവൃത്തി ചെയ്യുന്നവനും നരകയാതന അനുഭവിക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും പീഡിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തി പാപിയാണ്. അത്തരം പാപകർമ്മങ്ങൾക്ക് പകരമായി ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നും ചാണക്യൻ പറയുന്നു. ഒരു ദുഷ്ടൻ എപ്പോഴും തന്റെ വാക്കുകളിലൂടെയും മോശം പ്രവൃത്തികളിലൂടെയും മാനസികവും ശാരീരികവുമായ വേദന ഉണ്ടാക്കുന്നു. മനുഷ്യന്റെ ഈ ദുഷ്പ്രവണതകൾ അവനെ നരകത്തിലേക്ക് അയക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. തന്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് നരകത്തിലായിരിക്കും സ്ഥാനം ലഭിക്കുക. അസൂയ എന്ന വികാരം അവരെ ഉള്ളിൽ നിന്ന് കത്തിച്ചുകൊണ്ടേയിരിക്കും. അത്തരമൊരു വ്യക്തി ഒരിക്കലും സന്തോഷകരമായ ജീവിതം നയിക്കുകയില്ലെന്നും ചാണക്യൻ പറയുന്നു. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ അത്യാഗ്രഹിയായ ഒരാൾ ഒരിക്കലും ആരുടെയും പ്രിയപ്പെട്ടവനായിരിക്കില്ല. പണവും സ്വത്തും ബഹുമാനവും നേടാനും സ്വാർത്ഥത നിറവേറ്റാനുമായി അവർ മറ്റുള്ളവരെ ദ്രോഹിക്കും. അങ്ങനെയുള്ളവർ മരണശേഷം നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന് ചാണക്യൻ പറയുന്നു. ദുഷ്ടജനങ്ങളെയും കണ്ടക സ്വഭാവമുള്ള മനുഷ്യരെയും ഒഴിവാക്കാൻ രണ്ടുവിധ മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ അവരെ ചെരുപ്പ് കൊണ്ട് ചവിട്ടി അരക്കുക, അല്ലെങ്കിൽ സ്വയം വഴിമാറിപ്പോകുക. പാമ്പിന്റെ വിഷം അതിന്റെ പല്ലുകളിൽ സ്ഥിതി ചെയ്യുന്നു. കൊമ്പുകളിലാണ് തേനീച്ചയുടെ വിഷം. തേളിന്റെ വിഷം അതിന്റെ വാലിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ദുർജനങ്ങളുടെ ശരീരം മുഴുവൻ വിഷം നിറഞ്ഞിരിക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. അന്യരുടെ കർമ്മഫലങ്ങളെ തകർക്കുകയും അഹങ്കാരം, വഞ്ചന, സ്വാർത്ഥത, അസൂയ, കാപട്യം തുടങ്ങിയ നീച ഗുണങ്ങളെ മുഖമുദ്രയാക്കി സമൂഹത്തിൽ വിലസുകയും ചെയ്യുന്ന മനുഷ്യൻ മാർജാറിന് തുല്യമാണെന്ന് ചാണക്യൻ പറയുന്നു. മത്തങ്ങ എത്ര മൂപ്പത്തി പഴുത്താലും അതിന് മധുരമുണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ദുഷ്ടന്മാർ എത്ര കാലം ജീവിച്ചാലും നന്നാവുകയില്ല എന്ന് ചാണക്യൻ പറയുന്നു. വേപ്പിൻ തൈ നട്ട ശേഷം പാലും തൈരും ഒഴിച്ച് നനച്ചു വളർത്തിയാലും അതിന്റെ ഇലയുടെ കയ്പ് കുറയുന്നില്ല. അതുപോലെ തന്നെ ദുഷ്ടന്മാരെ വേദം എത്ര തവണ ഉപദേശിച്ചാലും അവരുടെ ദുഷ്ടതയ്ക്ക് കുറവുണ്ടാകുകയില്ല എന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ ഇത്തരം ഉപദേശം സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നേറുന്നവർക്ക് തീർച്ചയായും വിജയം കൈവരിക്കാനാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.